കഴിഞ്ഞ മത്സരത്തിൽ ബെൽജിയത്തിന് വലിയ നിരാശയായിരുന്നു. അവർക്ക് സമനിലയിൽ കുടുങ്ങേണ്ടി വന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നിർണായക മത്സരമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം കളത്തിന് പുറത്തെ കളികളിലും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ ന്യൂസിലാൻഡിനെതിരെ വലിയ പോരാട്ടം കാഴ്ചവെച്ച അവർ സമനില പിടിച്ചെടുത്താണ്. അപ്പോൾ ആ പോരാട്ട വീര്യം ബെൽജിയത്തിനെതിരെ കൂടി പുറത്തെടുത്താൽ ബെൽജിയം വിയർക്കുമെന്ന് പറയേണ്ടി വരും. അല്ല, തീർച്ചയായും ഈ ബെൽജിയത്തിന്റെ കാര്യം പറയേണ്ട അവരുടെ സുവർണ്ണ തലമുറയുടെ ആ കാലമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു തലമുറ മാറ്റത്തിലേക്ക് ബെൽജിയം കടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ ലോകകപ്പിൽ അവർ മറക്കാൻ ആഗ്രഹിക്കുന്ന മത്സരങ്ങളാണ് കഴിഞ്ഞ തവണ കഴിഞ്ഞത്. പക്ഷെ അതിൽ നിന്നൊരു മുന്നേറ്റമാണ് ഇത്തവണ അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആദ്യ മത്സരത്തിൽ തന്നെ അവർക്ക് സമനിലയിൽ കുരുങ്ങുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു മത്സരത്തിന് അവർ ഇറങ്ങുമ്പോൾ തീർച്ചയായും ജയം തന്നെയാണ് ലക്ഷ്യം. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിൽ നടന്ന ആദ്യ റൗണ്ട് മത്സരങ്ങളെല്ലാം സമനിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത റൗണ്ടിലേക്ക് ഒരു റൗണ്ട് ഓഫ് 32 ലക്ഷ്യം വെച്ച് ഇറങ്ങുകയാണെങ്കിൽ ഒരു വിജയം തന്നെ എന്തായാലും ബെൽജിയത്തിന് അത്യാവശ്യമാണ്. അതിനുവേണ്ടി അവർ പൊരുതുകയും ചെയ്തു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണ അവരുടെ മുന്നേറ്റ നിരയിൽ ചില മൂർച്ചക്കുറവാണ് അവർക്ക് പ്രശ്നമായത്. കൃത്യമായി ഗോളുകൾ കൺവേർട്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. രണ്ടാം പകുതിയിൽ ലുക്കാക്കു ഇറങ്ങിയ ശേഷം ലുക്കാക്കുവിൻ്റെ ഒരു ഇമ്പാക്റ്റിനോട് കൂടി ഒരു സെൽഫ് ഗോൾ വന്നു. അതിൽ നിന്നാണ് അവർ സമനില നേടി ആ തോൽവിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ അവർക്ക് ജയിച്ചേ തീരൂ എന്ന സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചു വരവാണ് ബെൽജിയത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മറുവശത്ത് ഇറാൻ ഏഷ്യൻ കരുത്തരാണ്. അവർ കഴിഞ്ഞ കളിയിൽ അവരുടെ പോരാട്ട വീര്യം എടുത്തു പറയേണ്ടതാണ്. 2 തവണയാണ് ന്യൂസിലൻഡിനോട് അവർ പിന്നോക്കം പോയത്. അതിനുശേഷം ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് അവർ സമനിലയിൽ തിരിച്ചെത്തുകയായിരുന്നു. മാത്രവുമല്ല ഈ കളത്തിനകത്തും പുറത്തും നേരത്തെ അനിൽ സൂചിപ്പിച്ചതുപോലെ ഒരേ സമയം അവർ കളത്തിനകത്തും പുറത്തും പൊരുതുകയാണ്. ഈ അമേരിക്കയിലെ ചില പ്രശ്നങ്ങൾ കാരണം ആദ്യ മത്സരം കഴിഞ്ഞ പാടെ തന്നെ അവർക്ക് വിശ്രമത്തിന് പോലും സമയം ലഭിക്കാതെ തിരിച്ചു മടങ്ങേണ്ടി വന്നു. അത്തരത്തിൽ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ കളത്തിൽ അതൊന്നും അവരെ ബാധിക്കുന്നില്ല. അതൊന്നും അവർ ആദ്യ മത്സരത്തിൽ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. അത്തരത്തിലൊരു പോരാട്ട വീര്യവുമായി ഇറാൻ ഇന്ന് ഇറങ്ങുമ്പോൾ ബെൽജിയം എന്തായാലും ഭയന്നേ തീരൂ. ഒരു അടുത്ത റൗണ്ട് മത്സരം കടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ മത്സരത്തിൽ ജയം 2 ടീമുകൾക്കും അത്യാവശ്യമാണ്. അതിനുവേണ്ടി അവർ പൊരുതുമ്പോൾ കളി ആവേശകരമാകുമെന്ന് പ്രതീക്ഷിക്കാം. അനിൽ, ഇതാണ് ഇന്നത്തെ മത്സരവിശേഷങ്ങളെ കുറിച്ചാണ് വിശദമായി തന്നെ അക്ഷയ് മോഹൻ വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.